ഭാഗത്തെ സുതലമാകുന്ന ആർക്കും പോകാൻ സാധിച്ചിട്ടില്ല. പ്രഹ്ലാദൻ പോലും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഏറ്റവും ആകുന്ന സുതലത്തിലേക്ക് ചക്രവർത്തിയായിട്ട് വാഴുകയും കാവൽക്കാരനായിട്ട് മഹാവിഷ്ണു നിന്നു എന്നാണ് പറയുന്നത്. ഇത് നടന്ന ചിങ്ങമാസത്തിലെ ഓണം ദിവസമാണ് വാമനമൂർത്തിയുടെ അവതാരമായിട്ട് നമ്മൾ കാണുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വാമനമൂർത്തിയെ പൂജിച്ച് നമ്മുടെ അസുരവാസനകളെല്ലാം മാറി ഒരുമയുടെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഭാഗമായിട്ടുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടി ആചാര്യന്മാർ ചിട്ടയായ ഒരു അനുഷ്ഠാനത്തെ ചിട്ടയായ രീതിയിൽ ആചാരമാക്കി മാറ്റിയതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഓണപ്പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗൃഹത്തിലെ ചെമ്പരത്തിയും ചെമ്പകവും ചെത്തിമണിയും തുളസിയും താമരയും രാജവല്ലിയും ശംഖുപുഷ്പവും നന്ദ്യാർവട്ടവും അല്ലിത്താമരയും ഇങ്ങനെയുള്ള നാട്ടുപുഷ്പങ്ങൾ കൊണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഇലയും മുട്ടും കായും വേരും എല്ലാം തന്നെ ഗുണത്തിൽ ഇരട്ടിയാണ്. അത്ര ഗുണം എങ്ങനെ മനുഷ്യ തലമുറയ്ക്കുണ്ടാവണോ അത്രയും കാഴ്ചപ്പാടുകളാണ് നമ്മുടെ കേരളത്തിലെ പിന്നിൽ ചിന്തിച്ചു നോക്കിയാൽ ആചാര്യന്മാർ നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ളത്. അത്ര ഗുണം. ശംഖുപുഷ്പത്തിന്റെ വേര് പോലും മൂർഖൻ പാമ്പ് കടിച്ചാൽ പോലും ശംഖുപുഷ്പമുണ്ടെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടു എന്നാ പറയുക. അത്ര പവിത്രമാണ് നമ്മുടെ ഓരോ ആചാരങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ആ ഓരോ ദിവസങ്ങളിൽ ഇലവെട്ടം കാവ